അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പല ആളുകൾക്കും വരുന്ന ഒരു വിഷമമാണ് നീയത്തിലുള്ള സംശയങ്ങളും, അല്ലെങ്കിൽ നീയത്തിലുള്ള എങ്ങനെയാണ് അതിൻ്റെ രൂപം, നീയത്തിൽ എങ്ങനെയാണ് ശരിയായ രൂപം, അല്ലെങ്കിൽ ഏതെല്ലാം ഉൾപ്പെടുത്തൽ നിർബന്ധമുണ്ട് എന്നൊക്കെ പല ആളുകൾക്കും പലതരത്തിലുള്ള സംശയങ്ങൾ വരാറുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ചെറിയ രൂപത്തിൽ മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിസ്കരിക്കുന്ന ഒരാളുടെ നീയത്തിന്റെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിസ്കാരത്തിന്റെ നീയത്തിൽ അദാഉം ഖളാഉം കരുതേണ്ടതുണ്ടോ, ഖിബ്ലയിലേക്ക് മുന്നിടുക എന്നുള്ളത് കരുതേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് എന്ന് കരുതേണ്ടതുണ്ടോ, ഇതിന്റെയൊക്കെ വിധി എന്താണ് നിർബന്ധമായ കാര്യങ്ങൾ, എന്താണ് സുന്നത്തായ കാര്യങ്ങൾ, ഇത് പഠിക്കുന്നതിലൂടെ നിസ്കാരത്തിന്റെ നീയത്തിന്റെ കാര്യത്തിൽ ഏകദേശം നമുക്ക് ക്ലിയർ ആവാൻ കഴിയും. നീയത്തിൽ വരുന്ന വസ്വാസുകളെല്ലാം ഈ ഒരു കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനും കഴിയും. ഒന്നാമതായിട്ട് നീയത്തുമായി ബന്ധപ്പെട്ട് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നീയത്തിൽ ഫർളായത് എന്ത് എന്നുള്ളതാണ്, സുന്നത്തായത് എന്ത് എന്നുള്ളതാണ്. ഫർളായ നീയത്ത് വെച്ചാൽ തന്നെ നീയത്ത് ശരിയാകും എന്നുണ്ടെങ്കിൽ പിന്നെ സുന്നത്ത് ഒഴിവാക്കിയാലും പിന്നീട് സംശയിച്ചാലൊന്നും സുന്നത്തിന്റെ വിഷയത്തിൽ സംശയിച്ചാലൊന്നും പിന്നെ കുഴപ്പമില്ല. നീയത്തിൽ ഫർളായ ഭാഗം എന്താണ്? ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമുള്ള കാര്യമാണ്. അതാണ് നമ്മളെല്ലാവരും ഉസ്വല്ലി എന്ന് അറബിയിലും, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നും കരുതുന്നത്. രണ്ടാമത്തെ കാര്യം ഫർളിയത്തിനെ കരുതുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം തഅയീനാക്കുക. നമ്മുടെ നിസ്കാരം ളുഹറാണോ, അസ്റാണോ, മഗ്രിബാണോ, ഇശാ ആണോ, സുബ്ഹി ആണോ, ഏതാണെന്ന് നിജപ്പെടുത്തുക. ഫർള് നിസ്കാരമാണെങ്കിലാണ് ഈ ഒരു തഅയീന് നിർബന്ധമുള്ളത്. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, ഉസ്വല്ലി ഫർള് ളുഹ്രി, ഉസ്വല്ലി ഫർളൽ അസ്രി, ഉസ്വല്ലി ഫർളൽ മഗ്രിബി, ഇത്ര തന്നെ വെച്ചാൽ നീയത്ത് ഒരാളുടേത് ഫർള് വീടി. ഇനി അയാൾ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ മാൽ ഇമാമി എന്നോ അല്ലെങ്കിൽ ജമാഅത്തൻ എന്നോ ഉൾപ്പെടുത്തുന്നതിലൂടെ ആ ഒരു നിർബന്ധം കൂടി നമുക്ക് നേടിയെടുക്കാനായി സാധിക്കും. അപ്പോൾ ഉസ്വല്ലി ഫർളൽ ളുഹ്രി ജമാഅത്തൻ, അല്ലെങ്കിൽ ഉസ്വല്ലി ഫർളൽ ളുഹ്രി മാൽ ഇമാമി, ഇവ രണ്ടും കരുതിയാൽ തന്നെ നിസ്കാരം ജമാഅത്തോടു കൂടെയുള്ളതിന്റെ ഫർളായ നിയത്തും ആയി. ഇനി ഉസ്വല്ലി ഫർളൽ ളുഹ്രി അർബഅ റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല, ഈ കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന 4 കാര്യങ്ങൾ. റക്കാത്തുകളുടെ എണ്ണം കരുതൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾ അത് കരുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഖളാ എന്ന് കരുതൽ സുന്നത്തേ ഉള്ളൂ. ഒരാൾ അദാഇനെ നിസ്കാരത്തിന് ഖളാ എന്ന് കരുതി, ഖളാ ആയ നിസ്കാരത്തിന് അദാ എന്ന് കരുതി, എന്നാലൊന്നും അവന്റെ നിസ്കാരത്തിന് യാതൊരുവിധ കോട്ടവും വരികയില്ല. അതുപോലെ തന്നെ അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും മുസ്തഖ്ബിലൻ ലിൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിടുന്നു എന്ന് കരുതലുമൊക്കെ സുന്നത്തുള്ള കാര്യമാണ്. അത് കരുതിയില്ല എന്ന് വിചാരിച്ച് നമ്മുടെ നിയ്യത്തിന് ഒരുവിധ പ്രയാസവും ഒരുവിധ കോട്ടവും പറ്റുകയില്ല എന്ന് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കിയാൽ പിന്നീട് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രയാസവും അനുഭവിക്കേണ്ടി വരില്ല. ഒരുപാട് ആളുകളുടെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഖളാ എന്നുള്ളത്. ഖളാഇനെ അദാഇനെ ഖളാ എന്നൊക്കെ നിയ്യത്ത് വെച്ചാൽ അവിടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ നിസ്കാരം ഖളാ ആയി പോയോ, അല്ലെങ്കിൽ ഖളാ ആയ നിസ്കാരമായിരുന്നു പക്ഷെ ഞാൻ അദാ എന്ന് കരുതി, അപ്പോൾ എൻ്റെ നിസ്കാരം അത് ശരിയായിട്ടില്ലേ എന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് സംശയം ചോദിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചത്. ഇതൊക്കെ സുന്നത്താവാൻ തന്നെ കാരണം പല ഇമാമുകളും അതിനെ ഫർവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശാഫിഈ മദ്ഹബിൽ നമ്മുടെ ഇമാമുമാരുടെ അടുക്കൽ ഉസ്വല്ലി ഫർളൽ ളുഹ്രി എന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ നിയ്യത്ത് വെച്ചാൽ തന്നെ ശരിയാകും. ളുഹർ എന്ന ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു, അസ്ർ എന്ന ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് കരുതലോടുകൂടെ തന്നെ നിസ്കാരം ശരിയാകും. അതുകൊണ്ട് തന്നെ പിന്നീട് നാവ് കൊണ്ട് പറയൽ സുന്നത്തുണ്ട്. പല ആളുകൾക്കും നിയ്യത്ത് മനസ്സിലേക്ക് വരുന്നില്ല എന്ന് പറയാറുള്ളവർക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് നാവ് കൊണ്ട് ആദ്യം ഒന്ന് പറയുക എന്നുള്ള സുന്നത്ത് വരുന്നത്. പഴയ കാലത്ത് നമ്മുടെയൊക്കെ മദ്രസുകളിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് നിയ്യത്ത് വെക്കുക, ഉടനെ തക്ബീർ കെട്ടുക എന്നുള്ളതായിരുന്നു.
അത് ഒരുപാട് ഇമാമുമാർ അങ്ങനെ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അല്ലാത്ത പക്ഷം അതിന്റെ ഏറ്റവും ശരിയായ രൂപം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് ആ തൊട്ട് റാ അവസാനിക്കുന്നതിന്റെ ഇടയിൽ നിയത്തിനെ കരുതണമെന്നുള്ളതാണ് ശരിയായ രൂപം. എന്നാലും ഉസല്ലി ഫർളു ളുഹ്രി അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെയും അയാളുടെ നിസ്കാരം ശരിയാകും, അയാളുടെ നിയത്ത് ശരിയാകും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിയത്തിലുള്ള പ്രയാസങ്ങൾ ഇത്തരം അറിവുകൾ ഇല്ലാത്തത് കൊണ്ടും അതല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് ഉസല്ലി ഫർളു ളുഹ്രി എന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ഉസല്ലി ഫർളു ളുഹ്രി എന്ന് പറയുമ്പോൾ ഇത് അസറല്ല, മഗ്രിബല്ല, ഇശാ അല്ല, സുബ്ഹിയുമല്ല, ളുഹ്ർ ആണ് എന്ന് കരുതുമ്പോഴാണ് ആ ഒരു വിഷയത്തിൽ പ്രയാസങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഉസല്ലി ഫർളു ളുഹ്രി ഇത് ഫർളാണ് എന്ന് കരുതുമ്പോൾ സുന്നത്തല്ല എന്ന് കരുതേണ്ട ആവശ്യമില്ല. ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് നിസ്കരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അമിതമായി ചിന്തിക്കുകയും മറ്റുള്ള ഒരുപാട് കാര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി നീയത്തിൽ മനസ്സിൽ കരുതുകയും ചെയ്യുമ്പോഴാണ് നീയത്തിൽ പ്രയാസം അനുഭവിക്കുന്നത്. ഉസല്ലി ഫർളു ളുഹ്രി എന്നുള്ളത് മാത്രം കരുതിയാൽ മതി നിസ്കാരം ശരിയാവാൻ. അല്ലാത്ത പക്ഷം അത് വസ്വാസിലേക്കൊക്കെ എത്തും. സുന്നത്തുകൾ കരുതുന്നത് കൊണ്ടല്ല, മറ്റു കാര്യങ്ങൾ ളുഹ്ർ എന്ന് കരുതുമ്പോൾ അസറല്ല, മഗ്രിബല്ല, ഇശാ അല്ല എന്നുള്ള രൂപങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് വസ്വാസിലേക്ക് എത്തുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അമിതമായാൽ അമൃതം വിഷമെന്നാണ്. അതുകൊണ്ട് അമിതമായി ഓവറാക്കിയിട്ട് നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ നിസ്കാരവും ഇബാദത്തുകളും ചെയ്യാൻ, നല്ല രൂപത്തിൽ നിയത്തുകൾ വെക്കാൻ, കരുതാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.